പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 120 ട്രൈ ദീസ് ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പേജ് നമ്പർ 169 ട്രൈ ദീസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ട്രൈ ദീസും എക്സസൈസുകളും ഒക്കെ കാണുക കേട്ടോ. അപ്പോൾ അപ്ഡേറ്റഡ് സിലബസ് അനുസരിച്ച് പഴയ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ചില പേജ് നമ്പേഴ്സിനും എക്സസൈസുകളുടെ നമ്പേഴ്സിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം പുതിയ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക് വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ളത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. പഴയ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് പഠിക്കുന്നവർക്ക് ഓൾറെഡി ചാനലിൽ വീഡിയോസ് അവൈലബിൾ ആണ് കേട്ടോ. പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ചും പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചുമുള്ള വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ട്രൈ ദീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. A shopkeeper bought a chair for rupees 375 and sold it for rupees 400. Find the gain percentage. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഗെയിൻ പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നോക്കിയേ, rupees 375 എന്താണ്? ഷോപ്പ് കീപ്പർ ചെയർ വാങ്ങിയ വിലയാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്തെഴുതാം? കോസ്റ്റ് പ്രൈസ് ആണ് അല്ലേ? CP ഈസ് ഈക്വൽ ടു rupees 375. sold it for rupees 400. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്താണ്? SP is equal to RS 400. Find the gain. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്താണ്? CP SP യെക്കാട്ടിൽ ലെസ് ആണ് അല്ലേ? ഇവിടെ എന്താണ്? CP ലെസ് ദാൻ SP. അപ്പൊ എന്താണ്? CP ലെസ് ദാൻ SP ആയാൽ എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലേ? പ്രോഫിറ്റ് മീൻസ് ഗെയിൻ. അപ്പൊ നമുക്ക് ഗെയിൻ എങ്ങനെ എഴുതാം? ഗെയിൻ is equal to SP minus CP is equal to 400 minus 375. 400 minus 375 എന്താണ്? 25 rupees 25. അപ്പൊ ഗെയിൻ എത്രയായി? rupees 25. ഇനി എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കണം അല്ലേ? എന്താണ് ഇക്വേഷൻ? ഗെയിൻ പെർസെന്റേജ് ഈസ് ഈക്വൽ ടു ഗെയിൻ ഡിവൈഡഡ് ബൈ CP into 100 is equal to gain is 25, CP is 375 into 100%. എന്ത് വരും? ഇവിടെ കട്ട് ചെയ്യാം അല്ലേ? 5 വെച്ച് കട്ട് ചെയ്താൽ 5 5s are 25. ഇവിടെ എന്ത് വരും? 75. അഗൈൻ 5 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും? 15. ഇവിടെ 5 വെച്ച് കട്ട് ചെയ്താൽ 3 20. എന്ത് വരും? 20 by 3. 20 by 3 is equal to 6. 2 by 3 percentage. Second question again. Cost of an item is Rs 50. It was sold with a profit of 12%. Find the selling price. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് ആൻ ഐറ്റം ഈസ് rupees 50. അപ്പൊ എന്ത് തന്നിട്ടുണ്ട്? CP തന്നിട്ടുണ്ട് അല്ലേ? CP ഈസ് ഈക്വൽ ടു 50. പിന്നെ എന്താണ്? ഇറ്റ് വാസ് സോൾഡ് വിത്ത് എ പ്രോഫിറ്റ് ഓഫ് 12%. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. നമുക്ക് SP ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? പ്രോഫിറ്റ് ഓഫ് 12% എന്ന് പറഞ്ഞിട്ടുണ്ട്. 12% പ്രോഫിറ്റിലാണ് എന്ത് ചെയ്തത്? ഈ സാധനം വിറ്റത്. അപ്പൊ നമ്മൾ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസിന്റെ പ്രോഫിറ്റ് ആണ്. അതായത് സാധനം വാങ്ങിയ വിലയുടെ 12% പ്രോഫിറ്റിലാണ് സാധനം വിറ്റതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തെഴുതാം? പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് നമുക്ക് പെർസെന്റേജിലാണ് തന്നേക്കുന്നത് അല്ലേ? അപ്പൊ അത് എത്ര റുപ്പീസ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? 12% പ്രോഫിറ്റിലാണ്. ഏതിന്റെയാണ്? 12% ഓഫ് കോസ്റ്റ് പ്രൈസ്. 12% ഓഫ് CP എന്ത് വരും? 12% ഓഫ് 50 rupees അല്ലേ? is equal to എങ്ങനെ ചെയ്യാം? 12 by 100 into 50. കട്ട് ചെയ്തു. 5 വെച്ച് 2 1 again 2 വെച്ച് 6. അപ്പൊ എന്ത് വന്നു? rupees 6. അപ്പൊ പ്രോഫിറ്റ് എത്ര റുപ്പീസ് ആണ്? 6 rupees ആണ് അല്ലേ? അപ്പൊ കോസ്റ്റ് പ്രൈസ് 50 ആൻഡ് പ്രോഫിറ്റ് ഈസ് rupees 6. സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? SP എന്തായിരിക്കും? പ്രോഫിറ്റിലാണെങ്കിൽ SP എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസിന്റെ കൂടെ CP പ്ലസ് പ്രോഫിറ്റ് അല്ലേ?
ഒരു സാധനം വാങ്ങിയ വിലയും അതിന്റെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്താ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ എസ് പി ഈസ് ഈക്വൽ ടു സി പി പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സി പി എത്രയാണ് 50 പ്ലസ് പ്രോഫിറ്റ് ഈസ് 6. ടോട്ടൽ ഈസ് റുപ്പീസ് 56. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്താണ് റുപ്പീസ് 56. ഓക്കെ, ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു പഠിച്ചത്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എസ് പി മൈനസ് സി പി എന്ന് നേരത്തെ പഠിച്ചല്ലേ, എസ് പി മൈനസ് സി പി. അപ്പൊ നമുക്ക് എസ് പി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എസ് പി കണ്ടുപിടിക്കണമെങ്കിൽ എന്താവും? എസ് പി ഈസ് ഈക്വൽ ടു ഈ സി പി എന്ത് ചെയ്യണം? ഈക്വൽസിന്റെ ഇപ്പുറം കൊണ്ടുവരണം. അപ്പൊ എന്താവും? പ്രോഫിറ്റ് പ്ലസ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഈക്വൽസിന്റെ ഇപ്പുറം വരുമ്പോ എന്താവും? പ്ലസ് ആവും. പ്രോഫിറ്റ് പ്ലസ് സി പി. കണ്ടോ? അതാണ് ഈ ഇക്വേഷൻ. ഈസി ആയിട്ട് ഇങ്ങനെ എഴുതി നോക്കാം കേട്ടോ. An article was sold for rupees 250 with a profit of 5%. What was its cost price? Okay, ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് അല്ലേ. എസ് പി ഈസ് ഈക്വൽ ടു റുപ്പീസ് 250 സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? വിത്ത് എ പ്രോഫിറ്റ് ഓഫ് 5%. പ്രോഫിറ്റ് 5% പ്രോഫിറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ പ്രോഫിറ്റ് എന്തിന്റെ ആയിരിക്കും? കോസ്റ്റ് പ്രൈസിന്റെ, സി പിയുടെ പ്രോഫിറ്റ് ആണ് അല്ലേ. കോസ്റ്റ് പ്രൈസിന്റെ പ്രോഫിറ്റ് ആയിരിക്കും എപ്പോഴും എടുക്കുന്നത്. അപ്പൊ നോക്കിയേ, കോസ്റ്റ് പ്രൈസിന്റെ പ്രോഫിറ്റ് ആണ് 5% തന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സി പി നമുക്ക് കണ്ടുപിടിക്കണം. സി പി എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, പ്രോഫിറ്റ് എന്തായിരുന്നു? ഈസ് ഈക്വൽ ടു എസ് പി മൈനസ് സി പി ആയിരുന്നു അല്ലേ. ഇതിൽ നിന്ന് സി പി എങ്ങനെ കണ്ടുപിടിക്കാം? സി പി ഈസ് ഈക്വൽ ടു സി പി ഇവിടെ വന്നിട്ട് പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഇവിടെ പോയില്ലേ. അപ്പൊ എന്താവും? സി പി ഇവിടെ നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് ഇവിടെ വരുമ്പോൾ പോസിറ്റീവ് ആവും. സി പി ഈസ് ഈക്വൽ ടു എസ് പി. ഇവിടെ പ്രോഫിറ്റ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ അത് ഇവിടെ പോകുമ്പോ എന്താവും? മൈനസ് ആവും. മൈനസ് പ്രോഫിറ്റ് is equal to CP is equal to SP എത്രയാണ്? 250 minus 5% of CP. CP യുടെ 5%. ഇനി നോക്കിയേ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? CP is equal to 250 minus 5/100 into CP. അല്ലേ, 5% of CP എന്താ? 5/100 into CP. എന്ത് വരും? ഇവിടെ നോക്കിയേ, ഇവിടെ സി പി ഉണ്ട്, ഇതിൽ ഈ ടേമിലും സി പി ഉണ്ട് അല്ലേ. അപ്പൊ ഈ സി പി ഉള്ള ടേം എല്ലാം കൂടെ നമ്മള് ഒരുമിച്ച് എഴുതാം. അപ്പൊ നമുക്ക് എന്തെഴുതാം? സി പി ഇവിടെ എന്താണ്? ഈ ടേം എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ. അത് ഈക്വൽസിന് ഇപ്പുറം വരുമ്പോ പോസിറ്റീവ് ആവും. പ്ലസ് 5/100 into CP is equal to 250. മനസ്സിലാക്കുന്ന ചെയ്തെന്നാ? ഇവിടെയും സി പി ഉണ്ട്, ഈ ടേമിലും എന്തുണ്ട്? സി പി ഉണ്ട്. അപ്പം ഈ സി പി ഉള്ള ടേം എല്ലാം കൂടെ നമ്മള് ഒരു സൈഡിലാക്കി. അപ്പം ഇവിടെ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഈക്വൽസിന് ഇപ്പുറം വന്നപ്പോ എന്തായി? പോസിറ്റീവ് ആയി. അപ്പൊ എന്തായി? സി പി പ്ലസ് 5/100 into CP is equal to 250. ഇനി നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇവിടെ എന്തുണ്ട്? രണ്ട് ടേമിലും സി പി ഉണ്ട് അല്ലേ. അപ്പൊ ആ സി പി നമ്മൾ കോമൺ എടുത്തു. ഇവിടുന്ന് സി പി കോമൺ എടുത്തപ്പോ ഇവിടെ എന്തുണ്ട്? 1 പ്ലസ് ഇവിടുന്ന് സി പി വെളിയിലെടുത്തപ്പോ എന്തുണ്ട്? 5/100. 1 plus 5/100 is equal to 250. Okay. CP ഇവിടെ എങ്ങനെ എഴുതാം? ഇവിടെ LCM എടുക്കണം അല്ലേ. LCM എടുക്കുമ്പോ എങ്ങനെയാവും? ഇവിടെ 100/100. അപ്പൊ എന്താവും? 100 പ്ലസ് 5/100 is equal to 250. ഇവിടെ നമ്മൾ എന്തെടുത്തു? LCM എടുത്തു. LCM എടുക്കുമ്പോൾ ഇവിടെ എന്താവും? 100/100 പ്ലസ് 5/100. അപ്പൊ എന്താ? ഡിനോമിനേറ്റർ രണ്ടും സെയിം ആകും. അപ്പൊ 100 പ്ലസ് 5/100 നമുക്ക് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതെന്തായി? CP into 105/100 is equal to 250. ഇനി എന്തെഴുതാം നമുക്ക്? CP is equal to ഈ ടേമിനെ നമ്മൾ ഈക്വൽസിന്റെ
അപ്പുറം കൊണ്ടുപോകും. അപ്പൊ എന്തായി 250. ഇവിടെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. ഈ മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് പോകുമ്പോ എന്താവും ഡിവിഷൻ ആവും. ഡിവൈഡഡ് ബൈ 105 by 100. This is equal to എങ്ങനെയാണ് ഫ്രാക്ഷൻ വരുന്നിട്ട് ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും കൂടെ വന്നാൽ ഡിവിഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് സെക്കൻഡ് ടേമിന്റെ റെസിപ്രോക്കൽ എടുക്കും. അപ്പൊ എന്താവും 100 by 105. ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം അല്ലെ. 5 വെച്ച് കട്ട് ചെയ്ത് എന്ത് വരും? ഇവിടെ എന്ത് വരും? 21. കാണാം നിങ്ങൾക്ക് 21. ഇവിടെ എന്ത് വരും? 50 is equal to എന്ത് വരും? 50 into 100 5000 divided by 21. ഇവിടെ എന്ത് വരും നോക്കിയേ? 5000 divided by 21. 50 ൽ 21 എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ്. എന്ത് വരും? 42. മൈനസ് ചെയ്യുമ്പം 4 1 10 8 80. 80 ൽ 21 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. എന്ത് വരും? 63. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 7 ആവും. ഇവിടെ 10. 10 minus 3 is 7. 7 minus 6 is 1. 0. 170 ൽ 21 എത്ര ടൈംസ് ഉണ്ട്? 8 ടൈംസ്. 168. Remainder is 2. അല്ലേ? ഇവിടെ 6 ആയി 1. 10 minus 8 is 2. ആൻസർ എന്ത് വന്നു? 238. 2 by 21. 2 by 21 rupees. An item was sold for rupees 540 at a loss of 5%. What was its cost price? അപ്പൊ നോക്കിയേ, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 540 ആണ് തന്നിട്ടുണ്ട്. പക്ഷെ എന്താണ്? ലോസിലാണ് അത് സെല് ചെയ്യുന്നത്. പിന്നെന്താണ്? നമുക്ക് അതിന്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? SP തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. എത്രയാണ്? rupees 540. കോസ്റ്റ് പ്രൈസ് എന്താണ്? CP is equal to ലോസ് എന്തായിരുന്നു? നമുക്ക് ലോസ് ഓഫ് 5% പറഞ്ഞല്ലേ. അപ്പൊ ലോസ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ലോസ് is equal to CP മൈനസ് SP. അതായത് കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് അല്ലേ. അതിൽ നമുക്ക് CP എങ്ങനെ കണ്ടുപിടിക്കാം? CP എന്തായിരിക്കും? അപ്പൊ ഇതില് ഇത് നമ്മള് ഈക്വൽസിറ്റി പറയാൻ കൊണ്ടുവരും അല്ലേ. എന്തായിരിക്കും? ലോസ് പ്ലസ് സെല്ലിംഗ് പ്രൈസ്. CP എന്തായിരിക്കും? ലോസ് പ്ലസ് സെല്ലിംഗ് പ്രൈസ്. ലോസ് എന്തായിരിക്കും? ലോസ് 5% എന്ന് പറയുന്നത് എന്തിന്റെ ആയിരിക്കും? കോസ്റ്റ് പ്രൈസിന്റെ ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? CP is equal to 5% of CP plus SP. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അത് എപ്പോഴും CPയുടെ ആയിരിക്കും കേട്ടോ. അതായത് കോസ്റ്റ് പ്രൈസിന്റെ ആയിരിക്കും. അപ്പം എന്തെഴുതി? CP is equal to ലോസ് എന്താണ്? 5% ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ 5% ഓഫ് CPയുടെ 5% ആണ് ലോസ് പ്ലസ് സെല്ലിംഗ് പ്രൈസ്. എന്ത് വരും? 5% ഓഫ് CP എന്ത് വരും? 5 by 100 into CP നമുക്ക് അറിയത്തില്ല അല്ലെ. CP പ്ലസ് SP എന്താണ്? 540. ഇവിടെ CP is equal to കേട്ടോ. ഇനി നോക്കിയേ, ഈ CP ഉള്ള ടേം എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതും. എന്ത് വരും? CP മൈനസ് 5 by 100 into CP is equal to ഇവിടെ ഈ ടേം എന്തായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ അത് ഈക്വൽസ് ഇപ്പറ വന്നപ്പം മൈനസ് is equal to 540. ഇവിടെ എന്ത് ചെയ്യാം? CP കോമൺ എടുക്കാം. അപ്പൊ എന്താണ്? CP ഇൻറ്റു ഇവിടുന്ന് CP കോമൺ എടുത്തപ്പോ ഇനി ഇവിടെ എന്തുണ്ട്? 1 മൈനസ് ഇവിടെ എന്തുണ്ട്? 5 by 100 is equal to
540. മനസ്സിലായോ? ഇനി ഇവിടെ നമ്മൾ LCM എടുക്കും. LCM എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 100/100 ആവും. അപ്പൊ എന്തായി? 100 - 5 is 95. അല്ലേ? CP into 100 - 5 is 95 by 100 is equal to 540. ഇനി ഈ CP യുടെ കൂടെയുള്ള ഈ നമ്പർ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുപോകാം. എന്ത് വരും? CP is equal to 540 divided by, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഈക്വൽസിന്റെ അപ്പുറം പോകുമ്പോൾ ഡിവിഷൻ ആവും, by 100 is equal to 540 into, ഫ്രാക്ഷൻ എങ്ങനെയാ ഡിവിഷൻ ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കും. 100/95. നോക്കിയേ, ഇവിടെ നമുക്ക് 5 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 119. ഇവിടെ 19 വന്നു. ഇവിടെ എന്ത് വരും? 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 20 വന്നു. അപ്പൊ നോക്കിയേ, 540 എന്ത് വന്നപ്പം? 540 into 20/19 is equal to എന്ത് വരും? 540 into 20 എന്ത് വരും? 54 into 2 is 4 2s are 8, 5 2s are 10, 0 0, 2 0 ഉണ്ടല്ലേ? by 19. എങ്ങനെയാ വരുന്നത്? 10800 divided by 19. 108 19 എത്ര ടൈംസ് ഉണ്ട്? 19 into 5. 95. അപ്പോൾ 5 times 5, 95. 8 minus 5 is 3. 10 minus 9 is 1. 0. 130 19 എത്ര ടൈംസ് ഉണ്ട്? 19 into 6. 6 times 1 1 4. Okay, with 2 1. 6 16. 160 19 എത്ര ടൈംസ് ഉണ്ട്? 19 into 8. 152. 8 152 8. ഇതാ അപ്പൊ എന്ത് വന്നു? 568 8/19. എന്താ നമുക്ക് കിട്ടിയ? CP അതായത് കോസ്റ്റ് പ്രൈസ് ഈസ് ഇക്വൽ ടു 568 8/19 rupees. ഇനി നെക്സ്റ്റ് പോർഷനുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.